1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച് CPIM. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ശരിയാണ് എന്ന സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗ് മറുപടി പറയണം. കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് വി ഡി സതീശനെന്നും MP ഗോവിന്ദൻ. വി ഡി സതീശന് നുണരോഗമാണെന്നും ആരോപിച്ചു. നിങ്ങൾ 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഒപ്പം ചേർത്ത് പോകുന്ന കോൺഗ്രസ് ലീഗ് നിലപാടാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ വക്താവായിട്ട് കോർഡിനേറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ മുമ്പത്തേതിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കോലിബി സഖ്യമാണ് മുമ്പ്, ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ്. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന 4 എന്ന് പറഞ്ഞാൽ കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ ശരിയാണ് എന്നാണ് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അക്കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നും അത് തിരുത്താനാണ് തീരുമാനമെന്നും AK ബാലൻ 24-നോട്. ചരിത്രം ഓർമ്മപ്പെടുത്താനാണ്, തമസ്കരിക്കാനല്ല. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഈ രാഷ്ട്രീയം അറിയാത്ത ചില ആൾക്കാർ, അവർക്ക് പിന്നെ ചില പ്രതികരണങ്ങൾ, ബാലൻ ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടിയിരുന്നോ എന്നൊക്കെ, എല്ലാ പാർട്ടി മെമ്പർമാരും അനുഭാവികളും വർഗഭോജന സംഘടനകളും രംഗത്ത് വരണം. പണ്ടെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും ഇതങ്ങ് ഏറ്റെടുക്കും. ഇപ്പം എന്താ വെച്ചാൽ ആ രൂപത്തിലുള്ള അതിശക്തമായ ആക്രമണം വരുമ്പോൾ പ്രതിരോധിക്കുന്നതിൽ വരുന്ന വലിയ കുറവുണ്ട്. ആ കുറവ് നികത്താൻ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിവ്യൂവിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് വെള്ളപൂശുന്നുവെന്ന് BJP നേതാവ് K സുരേന്ദ്രനും ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDF ഇവിടെ പ്രചാരണം നടത്തുന്നത്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ അത് അവസാനിക്കുന്നില്ല അല്ലേ? അമൃത, അവസാനിക്കുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അതൊരു പ്രധാന ചർച്ചാ വിഷയമാക്കി അജണ്ട നിശ്ചയിക്കുന്നതിൽ CPIM വിജയിച്ചു, ഇടതുമുന്നണി വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇടതുമുന്നണിയുടെ 3 മേഖലാ ജാഥകൾ ആരംഭിച്ചു കഴിഞ്ഞ് MP ഗോവിന്ദന്റെ ജാഥ വടകരയിൽ എത്തുമ്പോഴേക്കും, അതായത് ആദ്യത്തെ കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ പിന്നിട്ട് കോഴിക്കോടേക്ക് എത്തുമ്പോഴേക്കും തന്നെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം കോൺഗ്രസിന് മുകളിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് മുകളിൽ ചാർത്തിക്കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് പ്രധാന ചർച്ചാ വിഷയമാക്കാൻ, രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിർണായകമായ കാര്യം. മാത്രവുമല്ല, ഒരു ആക്രമണം കടുപ്പിച്ചുകൊണ്ട്, ഒരു പക്ഷേ കടത്തിപ്പറഞ്ഞുകൊണ്ട് MP ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കുന്നത് കോലിബി ജമാഅത്ത് ഇസ്ലാമി ബാന്ധവത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിനൊപ്പം തന്നെയാണ് BJPയുടെ പ്രതികരണം, K സുരേന്ദ്രന്റെ പ്രതികരണം. അത് കഴിഞ്ഞ് വന്നു അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിലുള്ളപ്പോൾ നിരോധിച്ച നടപടിയെടുത്ത ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബാന്ധവത്തിന് ഹൈക്കമാൻഡ് എന്താണ് നിലപാടെന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇതിനിടയിൽ ട്രബിൾ ഷൂട്ടറായി എത്തിയത്, ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്കിടയിൽ ഈ ജമാഅത്ത് ഇസ്ലാമി വിഷയം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമാർ ഒരു പ്രതികരണവുമായി എത്തിയത് AK ബാലനാണ്. AK ബാലൻ നേരത്തെ ജമാഅത്ത് ബാന്ധവത്തെ അതിരൂക്ഷമായി വിമർശിച്ചപ്പോൾ പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഭവമാണ് 24-നോട് പങ്കുവച്ചത്. അതിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ പാർട്ടിയിൽ ഒരു നേതാവ് പറഞ്ഞാൽ അത് റാൻഡം ഫയൽ ആകെ അണികൾ കേഡർമാരെല്ലാം ഏറ്റെടുക്കുമായിരുന്നു, ഇപ്പോഴതുണ്ടായില്ല. മാത്രവുമല്ല,
ജമായത്ത് ബാന്ധവം താക്കോൽ സ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ ബാലൻ പറയേണ്ടതുണ്ടോ, ഇപ്പോൾ പറഞ്ഞത് ശരിയായോ എന്നുള്ള ചർച്ചയുണ്ടാക്കിയത് പോലും ശരിയല്ല. ചരിത്രം മറക്കാനുള്ളതല്ല, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദീപക് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും AK ബാലന്റെ പ്രതികരണം വളരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ആ സമയത്ത്. എന്തുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം നേതാക്കൾ നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എന്തുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നു ചിലരെങ്കിലും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പലർക്കും കൊട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി തന്നെ AK ബാലൻ പറയുന്നത് ജമായത്ത് ബാന്ധവം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തണം എന്നുള്ള രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് പറഞ്ഞപ്പോൾ അതിന് വേണ്ടത്ര സ്വീകാര്യത ആദ്യഘട്ടത്തിൽ കിട്ടിയില്ല. ആദ്യം ഗോവിന്ദൻ മാസ്റ്റർ തള്ളി പറഞ്ഞു, പിന്നീട് പിണറായി ശക്തമായി AK ബാലനെ പിന്തുണച്ചു. അതിനുശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ നിലപാട് വ്യക്തമാക്കി AK ബാലനെ പിന്തുണക്കുന്ന നിലപാടിലേക്ക് എത്തി. AK ബാലനെതിരെ ജമാഅത്ത് ഇസ്ലാമി കേസ് കൊടുക്കുന്നു. അങ്ങനെ ആ വിവാദം അങ്ങ് നീങ്ങി. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഇടതുമുന്നണിയുടെ 3 ജാഥകൾ നടക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്നും വടകരയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും ജമാഅത്ത് ഇസ്ലാമി ആണ് പ്രധാന അജണ്ട എന്ന് മാറുകയും മാത്രമല്ല ജമാഅത്ത് ബാന്ധവത്തിന്റെ കോർഡിനേറ്റർ കൃത്യമായി VD സതീശനാണെന്ന് പറയുകയും ചെയ്യുന്ന വേളയിൽ AK ബാലൻ ഒരു കമന്റുമായി എത്തുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് CPIM-നകത്ത് LDF-നകത്ത് ഒരു ചർച്ച, ഒരു സ്വയം വിമർശനപരമായ ചർച്ചയ്ക്ക് തുടക്കമിടൽ തന്നെയാണ്. അമൃത. ശരി, ദീപക് ധർമ്മടമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.